പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പഴയതുപോലെ ആയിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, അതായത് നിങ്ങളുടെ ബോധാവസ്ഥയുടെ ഏറ്റവും ഉയർന്ന നില, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എങ്ങനെ നൽകുമെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും. പണം, സ്നേഹം, വിജയം, സമാധാനം, എന്തും. നിങ്ങൾ വെറുതെ ജീവിച്ചു മരിക്കാൻ വേണ്ടിയല്ല ജനിച്ചത്. നിങ്ങൾ ഒരു സാധാരണ ജീവിയല്ല. എല്ലാ ദിവസവും എഴുന്നേറ്റ് ജോലിക്ക് പോയി വിഷമിച്ച് പിന്നെ ക്ഷീണിച്ച് ഉറങ്ങാൻ പോകുന്നു അല്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢമായ ഊർജവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിർഭാഗ്യവശാൽ മിക്ക ആളുകളും ഈ ശക്തി ജീവിതകാലം മുഴുവൻ തിരിച്ചറിയുന്നില്ല. നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ 5 മുതൽ 10% വരെ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഏറ്റവും ശക്തമായ ഭാഗമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ദിശ നിർണ്ണയിക്കുന്നത് ഈ ഭാഗമാണ്. ആശയങ്ങൾ ഊർജമായി മാറുന്നതും ഊർജം യാഥാർത്ഥ്യമായി മാറുന്നതും ഈ കേന്ദ്രത്തിൽ നിന്നാണ്. ഇനി ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആ ഭാഗത്തെ ഉണർത്തിയാൽ അതിനെങ്ങനെ നിയന്ത്രിക്കണമെന്ന് നിങ്ങൾ പഠിച്ചാൽ എന്തു മാറ്റങ്ങൾ വരും. ചില ആളുകൾക്ക് പ്രത്യേക കഴിവുകളോ വിഭവങ്ങളോ ഇല്ലാതെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറുവശത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ചിലർ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ഇത് ഭാഗ്യമല്ല, ഇത് സൂപ്പർ കോൺഷ്യസിന്റെ കഥയാണ്. ഇതറിയാതെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോലും അവർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. പക്ഷേ അവർ അത് ചെയ്യുന്നുണ്ട്. അവർക്കുള്ളിൽ ഒരു വിശ്വാസമുണ്ട്, ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഏറ്റവും പ്രധാനമായി അവരെ ആ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കുന്ന ഒരു ഊർജവും. സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഒരു മാന്ത്രികതയല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ അത് ഉറങ്ങിക്കിടക്കുകയാണ്. അതിനെ ഉണർത്താനുള്ള കല നിങ്ങൾ പഠിക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ പരിമിതമായ ബോധത്തെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പരിമിതമായ ബോധം എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന, ഭയപ്പെടുന്ന, സംശയിക്കുന്ന, പരിമിതികളിൽ ജീവിക്കുന്ന ബോധം. എന്നാൽ സൂപ്പർ കോൺഷ്യസ് ഇവയ്ക്കെല്ലാം മുകളിലാണ്. അവിടെ ഭയമില്ല. അസാധ്യം എന്ന വാക്കിന് ഒരു അർത്ഥവുമില്ല. അവിടെ അതെ എന്ന് മാത്രം. അതെ, ഇത് സാധ്യമാണ്. അതെ, ഇത് എൻ്റേതാണ്. അതെ, ഞാൻ ഇതിന് യോഗ്യനാണ്. എന്നാൽ ഈ ശക്തി വെറുതെ തുറക്കില്ല. അതിനായി നിങ്ങൾ സ്വയം മാറണം. നിങ്ങളുടെ ചിന്തകളുടെ ഭാഷ, നിങ്ങളുടെ ചിന്തകളുടെ രീതി, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം എല്ലാം ആദ്യത്തെ പടി ഈ ശക്തി നിങ്ങളിലുണ്ടെന്ന് അംഗീകരിക്കുക എന്നതാണ്. നിങ്ങൾ സ്വയം ചെറുതാണെന്ന് കരുതുന്നിടത്തോളം കാലം സൂപ്പർ കോൺഷ്യസ് നിശബ്ദമായിരിക്കും. എന്നാൽ നിങ്ങൾ സ്വയം പറയാൻ തുടങ്ങുമ്പോൾ, ഞാൻ അപരിമിതനാണ്, ഞാൻ ചിന്തിക്കുന്നതെല്ലാം എനിക്ക് സൃഷ്ടിക്കാൻ കഴിയും, എൻ്റെ ചിന്തകളാണ് എൻ്റെ യാഥാർത്ഥ്യം, അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ തരംഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ തരംഗം എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും മാറ്റുകയും ചെയ്യുന്ന അതേ പ്രപഞ്ചത്തെ ഊർജവുമായി ബന്ധപ്പെടുത്തുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആസ് വിത്തിൻ സോ വിത്തൗട്ട്, ആസ് വിത്തിൻ സോ വിത്തൗട്ട്. അതായത് അകത്തെന്താണോ അത് തന്നെ പുറത്തും കാണും. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ശൂന്യയാണെങ്കിൽ ജീവിതത്തിൽ ഇഷ്ടമല്ലായ്മയാണ് കാണുക. ഉള്ളിൽ ഭയമാണെങ്കിൽ പുറത്ത് തടസ്സങ്ങൾ ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തിയുടെ അനുഭവം, വ്യക്തമായ നിശ്ചയദാർഢ്യം, കാഴ്ചപ്പാട് എന്നിവയുണ്ടെങ്കിൽ പുറം ലോകം നിങ്ങൾക്ക് വഴിയൊരുക്കും, സഹകരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങളെ എത്തിക്കും. സൂപ്പർ കോൺഷ്യസ് ഒരു സങ്കല്പമല്ല, അത് അത്ഭുതങ്ങൾ ജനിക്കുന്ന ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വാതിലാണ്. ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ ലഭിച്ചതും ടെസ്ലയ്ക്ക് തന്റെ കണ്ടുപിടുത്തങ്ങൾ ലഭിച്ചതും ശ്രീരാമകൃഷ്ണ പരമഹംസന് ബ്രഹ്മത്തെ അനുഭവിച്ചതും സ്റ്റീവ് ജോബ്സിന് ആപ്പിൾ സ്വപ്നം ലഭിച്ചതും ഈ സ്ഥലത്ത് വെച്ചാണ്. ഇവർ വ്യത്യസ്തരായ ആളുകളായിരുന്നില്ല. അവർക്ക് ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഉള്ളിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെട്ടു. അവർ സൂപ്പർ കോൺഷ്യസിനെ തിരിച്ചറിയുകയും അതിനെ ഉണർത്തുകയും ചെയ്തു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായി തീരുന്നു. ഇത് വെറും പുസ്തകങ്ങളിലെ വാക്കുകളല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമമാണ്. ഇതിനെ ലോ ഓഫ് അസംഷൻ അല്ലെങ്കിൽ ധാരണയുടെ നിയമം എന്ന് വിളിക്കുന്നു. ഈ നിയമം അനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ സത്യമാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കൂ. ഇതിനർത്ഥം വളരെ ലളിതമാണ്. നിങ്ങൾ സ്വയം ചെറുതാണെന്ന് കരുതുന്നുവെങ്കിൽ ലോകവും നിങ്ങളെ ചെറുതായി കാണും. നിങ്ങൾ ഉള്ളിൽ നിന്നും വിജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ വഴികൾ തുറക്കും. എന്നാൽ നിങ്ങൾ സ്വയം ഒരു പരാജയമാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ ഊർജവും ചിന്തകളും നിങ്ങളുടെ മുഴുവൻ സിസ്റ്റവും നിങ്ങളെ പിന്നോട്ട് വലിക്കും.
പലരും കരുതുന്നത് അവർ ആദ്യം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കണം, എന്തെങ്കിലും നേടണം, എന്നിട്ടേ അവർക്ക് സ്വയം എന്തെങ്കിലും ആകാൻ കഴിയൂ എന്നാണ്. എന്നാൽ ലോ ഓഫ് അസംഷൻ പറയുന്നത് ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് ആ കാര്യം നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും എന്നാണ്. ഇവിടെയാണ് മിക്ക ആളുകൾക്കും തെറ്റുന്നത്. അവർ പറയുന്നു, എനിക്ക് കോടികൾ ലഭിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ധനികനായി കണക്കാക്കും, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ സ്വയം കഴിവുള്ളവനാണെന്ന് മനസ്സിലാകും. എന്നാൽ പ്രപഞ്ചം ഈ രീതിയിൽ പ്രവർത്തിക്കില്ല. അത് നിങ്ങളുടെ സാഹചര്യങ്ങളോടല്ല, നിങ്ങളുടെ ബോധത്തോടാണ് പ്രതികരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് തന്നെ പുറത്ത് സംഭവിക്കും. നിങ്ങൾക്ക് ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടെന്ന് സങ്കല്പിക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മുഖം കാണിക്കുന്നു. നിങ്ങൾ സ്വയം തകർന്നവനും ദുർബലനും പരാജയപ്പെട്ടവനുമാണെന്ന് കരുതുന്നുവെങ്കിൽ ആ കണ്ണാടി അത് കാണിക്കും. എന്നാൽ നിങ്ങൾ ഒരു വിജയമുള്ളവൻ, ആത്മവിശ്വാസമുള്ളവൻ, ശക്തൻ എന്ന് കരുതുന്നുവെങ്കിൽ അതേ പ്രതിച്ഛായ നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറും. ഇതാണ് ലോ ഓഫ് അസംഷന്റെ ശക്തി. നിങ്ങളുടെ സ്വത്വമാണ് നിങ്ങളുടെ യഥാർത്ഥത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഈ നിയമം എങ്ങനെ സ്വീകരിക്കാം? അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുന്നതിലൂടെ തുടങ്ങുന്നു. സത്യസന്ധമായി സ്വയം ചോദിക്കുക, എന്നെക്കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ സ്വയം വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഇത്രയും സമയമില്ല, എൻ്റെ ഭാഗ്യം മോശമാണ്. അതേ എന്നാണെങ്കിൽ നിങ്ങൾ അറിയാതെ സ്വയം പരാജയത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് മനസ്സിലാക്കുക. ആ പഴയ ചിന്താഗതിയെ തകർക്കാനുള്ള സമയമാണിത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം സ്വയം പറയുക, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ യോഗ്യനാണ്, ഞാൻ ആഗ്രഹിക്കുന്ന നേരത്ത് എൻ്റേതാണ്. ഇത് വെറും വാക്കുകളല്ല, ഇത് നിങ്ങളുടെ സൂപ്പർ കോൺഷ്യസ് മനസ്സിൽ വിതയ്ക്കുന്ന വിത്തുകളാണ്. വിത്ത് എങ്ങനെയോ അതുപോലെ ആയിരിക്കും ഫലം. എൻ്റെ വിജയം ഉറപ്പാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഊർജം ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും, അവസരങ്ങൾ തനിയെ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം പതുക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ലോ ഓഫ് അസംഷന്റെ അത്ഭുതം ഇതാണ്. അതൊരു തെളിവിനായി കാത്തിരിക്കുന്നില്ല. അത് പറയുന്നു, നീ ആദ്യം വിശ്വസിക്കൂ, പ്രപഞ്ചം പിന്നീട് തരും. അതായത് നിങ്ങളുടെ വിശ്വാസം ആദ്യം, അതിൻ്റെ ഫലം പിന്നീട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾ ആത്മവിശ്വാസമുള്ള, വ്യക്തമായ ചിന്താഗതിയുള്ള, ഏത് സാഹചര്യത്തെയും ജയിക്കാൻ കഴിയുന്ന ഒരാളായി സ്വയം വിശ്വസിച്ചാൽ നിങ്ങളുടെ ശരീരഭാഷ മാറില്ലേ? നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും ഊർജവും മാറില്ലേ? ഇതെല്ലാം മാറുമ്പോൾ നിങ്ങളുടെ ഫലങ്ങളും മാറില്ലേ? ഈ നിയമം മനസ്സിലാക്കിയ ആളുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ നിശബ്ദമായി അവർക്കുള്ളിൽ ഒരു അചഞ്ചലമായ വിശ്വാസമുണ്ട്. ഞാൻ ആകാൻ വന്നത് ഞാൻ ആയിക്കഴിഞ്ഞു. പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് പ്രശ്നമില്ല, കാരണം അവരുടെ ഉള്ളിൽ നേരത്തെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ യഥാർത്ഥ മാറ്റത്തിന്റെ വാതിൽക്കലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ദിവസവും 3 മുതൽ 5 മിനിറ്റ് വരെ മാത്രം മതി കണ്ണാടിയിൽ നോക്കി പറയുക, ഞാൻ എല്ലാ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ പക്കലുണ്ട്, എൻ്റെ ഭാവി ബ്രൈറ്റ് ആണ്, ഞാൻ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ കാര്യങ്ങൾ അനുഭവിക്കുക. വെറുതെ പറയരുത്, അവയുടെ ഊർജത്തിൽ ജീവിക്കാൻ തുടങ്ങുക. ഇതിനൊപ്പം നിങ്ങൾക്ക് ചെറിയ പരിശീലനങ്ങളും ചേർക്കാം. ഉദാഹരണത്തിന് പോസിറ്റീവ് ജേർണലിസം. എല്ലാ ദിവസവും 3 നല്ല കാര്യങ്ങൾ എഴുതുക. മൈൻഡ്ഫുൾ ബ്രീത്തിങ്, വിഷ്വലൈസേഷൻ. നിങ്ങൾ ഇതെല്ലാം എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരു പുതിയ ദിശയിൽ നീങ്ങാൻ തുടങ്ങുന്നു. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കെതിരെ അല്ല എന്ന് നിങ്ങൾ കാണാൻ തുടങ്ങും. ശാന്തമായ വിശ്വാസത്തിന്റെ ശക്തി. നിങ്ങൾ ഒരു കാര്യത്തെ വളരെയധികം ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ അസ്വസ്ഥനായി ഭ്രാന്തമായി അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ആ കാര്യം നിങ്ങളിൽ നിന്ന് കൂടുതൽ അകന്നു പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് യാദൃശികമല്ല, ഇത് ഊർജത്തിന്റെ നിയമമാണ്. സൂപ്പർ കോൺഷ്യസ് മനസ്സ് വാക്കുകളോടല്ല, നിങ്ങളുടെ വൈകാരിക ഫ്രീക്വൻസിയോടാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ഭയത്തോടെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം എൻ്റെ പക്കലില്ല എന്ന തരംഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. യാചനയുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന് ഈ സിഗ്നൽ നൽകുന്നു, എൻ്റെ പക്കൽ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. പ്രപഞ്ചം ആ വികാരത്തെയാണ് പിടിക്കുന്നത്, വാക്കുകളെ അല്ല. നിങ്ങൾ മുകളിൽ നിന്ന് പറയുന്നു എനിക്കിത് വേണം, എന്നാൽ ഉള്ളിൽ നിന്നും പറയുന്നു എനിക്കിത് ലഭിക്കില്ലെന്ന്. ഞാൻ ഭയപ്പെടുന്നു. ഈ വൈരുദ്ധ്യമുള്ള അവസ്ഥയിൽ സൂപ്പർ കോൺഷ്യസ് ഒന്നും ചെയ്യില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശാന്തനും നിർഭയനും വിശ്വാസത്തിൽ നിറഞ്ഞവനും ആകുന്നതുവരെ അത് നിശബ്ദമായിരിക്കും. യഥാർത്ഥ ശക്തി ജനിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമ്പോഴാണ്,
എനിക്കിത് വേണം. പക്ഷെ ഇപ്പോൾ ലഭിച്ചില്ലെങ്കിൽ പോലും ഞാൻ തകർന്നിട്ടില്ല. ശരിയായ സമയമാകുമ്പോൾ ഇത് സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത് എനിക്ക് ലഭിക്കും. പക്ഷേ ഞാൻ ഇതിനു വേണ്ടി അപേക്ഷിക്കില്ല. കാരണം എൻ്റെ ഊർജത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ നിങ്ങൾ ആ തലത്തിലെത്തുന്നു. അവിടെ നിന്ന് അത്ഭുതങ്ങൾ തുടങ്ങുന്നു. സൂപ്പർ കോൺഷ്യസ് മനസ്സിന് ഒരു പരിഭ്രാന്തിയും ആവശ്യമില്ല. അതിന് വ്യക്തത, ക്ഷമ, ആഴത്തിൽ നിന്ന് വരുന്ന വിശ്വാസം എന്നിവയാണ് വേണ്ടത്. നിങ്ങൾ ശാന്തനായി നിങ്ങളുടെ ലക്ഷ്യം കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ കാന്തമായി മാറുന്നു. അപ്പോൾ നിങ്ങളുടെ ഊർജം പറയുന്നു, ഞാൻ ഇതിൻ്റെ കുറവിലല്ല, അതിൻ്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്. ഇതാണ് പ്രപഞ്ചത്തെ ചലിക്കുന്ന ആ വൈബ്രേഷൻ. ഈ ശാന്തമായ വിശ്വാസത്തിന്റെ ശക്തി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം എടുക്കുക. നദിയെ നോക്കൂ, അത് ശാന്തമായി ഒഴുകുന്നു. എന്നാൽ അതിന് കല്ലുകളെ പോലും ഒഴുക്കി കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട്. അതുപോലെ പുറത്ത് കൂടുതൽ ശബ്ദമുണ്ടാക്കുന്ന ആവശ്യപ്പെടുന്ന പരിഭ്രാന്തരാകുന്ന ആളുകൾക്ക് ആഴം കുറവാണ്. എന്നാൽ ഉള്ളിൽ സ്ഥിരതയുള്ള, ശ്രദ്ധ കേന്ദ്രീകരിച്ച ശാന്തരായ ആളുകൾക്ക് യഥാർത്ഥ ആകർഷണ ശക്തിയുണ്ട്. ഒരു കർഷകൻ വിത്ത് നട്ട ശേഷം വിത്ത് വളരുന്നുണ്ടോ എന്ന് കാണാൻ എല്ലാ ദിവസവും മണ്ണ് കുഴിക്കാറില്ല. അതുപോലെ നിങ്ങളുടെ ആഗ്രഹത്തെ എല്ലാ ദിവസവും ഭയന്ന് തുറന്നു നോക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ഊർജത്തെയും ഈ വിശ്വാസത്തിൽ നിലനിർത്തിയാൽ മതി. ഞാൻ വിത്ത് നട്ടു കഴിഞ്ഞു, ഫലം തീർച്ചയായും വരും. ഇതാണ് സറണ്ടർ വിത്ത് കോൺഫിഡൻസ് എന്ന വികാരം. നിങ്ങൾ കീഴടങ്ങുകയല്ല, നിങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. നിങ്ങൾ യാചിക്കുകയല്ല. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ്. അത് വെളിപ്പെടുന്ന സമയം മാത്രം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജോലി ശാന്തമായിരിക്കുക, സജീവമായിരിക്കുക, വിശ്വാസത്തിൽ തുടരുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്നും സംഭവിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതേ ശാന്തതയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ഈ ലോകം തൻ്റെ പിന്നാലെ ഓടാത്തവർക്ക് എല്ലാം നൽകുന്നു. മറിച്ച് അത്രയും ശാന്തതയോടെയും വ്യക്തതയോടെയും കൂടി നിൽക്കുന്നവർക്ക് പ്രപഞ്ചം സ്വയം അവരുടെ വാതിലിൽ മുട്ടുന്നു. അതിനാൽ ഓർക്കുക, ഭയത്തിൽ ചെയ്യുന്ന കാര്യം താമസം വരുത്തുന്നു. ശാന്തതയിൽ ചെയ്യുന്ന ആഗ്രഹം അത്ഭുതങ്ങൾ വരുത്തുന്നു. ഉറങ്ങിക്കിടക്കുന്ന പ്രതീക്ഷകൾ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ എന്നിവയെല്ലാം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയതാണെന്ന്. നേരത്തെ എന്തെങ്കിലും ഉള്ളവർക്ക് മാത്രമേ ഇത് പ്രവർത്തിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ സത്യം പറഞ്ഞാൽ ഈ ശക്തികൾ ഓരോ മനുഷ്യനും വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അവർ ഏതവസ്ഥയിലാണെങ്കിലും ഇത് തെളിയിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ ചുറ്റും നടക്കുന്ന കഥകളാണ്. നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല. ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് ചില കഥകൾ പറയാൻ പോകുന്നു. അവ വെറും കഥകളല്ല, മറിച്ച് ഉണർന്നിരിക്കുന്ന പ്രതീക്ഷകളാണ്. ഒരുപക്ഷെ ഇവയിലൊന്ന് നിങ്ങളുടെ കഥകളുമാവാം. മുംബൈയിലെ ഒരു ചേരിയിൽ ജനിച്ച ഒരു കുട്ടിയുടെ കഥയിൽ നിന്ന് തുടങ്ങാം. അവന്റെ പേര് വികാസ്. അവന്റെ പക്കൽ പണമോ നല്ല വസ്ത്രങ്ങളോ വലിയ കുടുംബ പേരോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവനൊരു സ്വപ്നമുണ്ടായിരുന്നു, കോടീശ്വരനാകാനുള്ള സ്വപ്നം. എല്ലാ രാത്രിയും എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ നിശബ്ദമായി കണ്ണുകൾ അടച്ച് ഒരു ആഡംബര ഓഫീസിൽ ഇരിക്കുന്നതായി കണ്ടു. വലിയ ഡീലുകൾ തന്റെ മുന്നിൽ നടക്കുന്നുണ്ടെന്ന് അവൻ അനുഭവിക്കുന്നു. തനിക്കൊരു ആഡംബര കാർ ഉണ്ടെന്ന് അവൻ അനുഭവിക്കുന്നു. തന്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ വഴിമാറുന്നു. അവൻ വെറും ഭാവനയല്ല ചെയ്തത്, അവൻ അത് അനുഭവിക്കുകയായിരുന്നു. അവൻ ആ സ്വപ്നത്തിൽ അത്രയധികം ആവേശത്തോടെ ജീവിച്ചു. അവന്റെ തലച്ചോറും പ്രപഞ്ചവും അതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഇന്ന് വികാസ് ശരിക്കും ഒരു കോടീശ്വരനാണ്. അവന് സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കണ്ണുകളിൽ കണ്ട അതേ കാർ അവൻ ഓടിക്കുന്നു. ഇനി ബീഹാറിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള റിയയെ കുറിച്ച് പറയാം. അവളുടെ സ്വപ്നം ലോകം മുഴുവൻ സംസാരിക്കാനും ആളുകളെ പ്രചോദിപ്പിക്കാനുമായിരുന്നു. പക്ഷേ അവളുടെ വഴി എളുപ്പമായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും മത്സര പരീക്ഷകളിൽ പരാജയപ്പെട്ടു. ആളുകൾ ചിരിച്ചു, കുടുംബം കുറ്റപ്പെടുത്തി, സുഹൃത്തുക്കൾ പിരിഞ്ഞുപോയി. പക്ഷേ അവൾ തോൽവി സമ്മതിച്ചില്ല. അവൾ പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു, ഞാനത് ചെയ്യും. എല്ലാ ദിവസവും അവൾ സ്വയം പറഞ്ഞു, ഞാനൊരു അന്താരാഷ്ട്ര മോട്ടിവേഷൻ സ്പീക്കറാണെന്ന്. അവൾ സംസാരിക്കുന്നത് പരിശീലിച്ചു, റെക്കോർഡിങ്ങുകൾ കേട്ടു, കണ്ണാടിയിൽ നോക്കി സംസാരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അവളെ കേൾക്കുന്നത് പോലെ അവളുടെ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഈ സ്വപ്നത്തിലെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്തിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവൾക്ക് ആദ്യത്തെ ടെഡ് ടോക്ക് ലഭിച്ചു. ഇന്ന് അവൾ 5 രാജ്യങ്ങളിൽ പോയി അവളുടെ വാക്കുകൾ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ മാറ്റിമറിച്ചു. ഇതുപോലുള്ള അസംഖ്യം കഥകളുണ്ട്. ഒരു റിക്ഷാക്കാരന്റെ മകൻ UPSC ടോപ്പ് ചെയ്തു.
45-ാം വയസ്സിൽ ഒരു വീട്ടമ്മ ബിസിനസ് തുടങ്ങി ഇന്ന് 10 കോടിയുടെ കമ്പനി നടത്തുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ മാർക്കറ്റർമാരിൽ ഒരാളായി മാറിയ ഒരു സ്കൂൾ ഉപേക്ഷിച്ചവൻ. ഈ ആളുകളെല്ലാം സൂപ്പർ ഹീറോകൾ ആയിരുന്നില്ല. അവർക്ക് അമാനുഷിക ശക്തികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു വ്യത്യാസം മാത്രം, അവരുടെ ഉള്ളിലെ ലോകം പുറം ലോകത്തേക്കാൾ വലുതായിരുന്നു. ആദ്യം തങ്ങളുടെ ഉള്ളിൽ വിശ്വാസം സൃഷ്ടിച്ചു, എന്നിട്ട് പുറം ലോകം അവർക്ക് മറുപടി നൽകി. ഓരോ കഥയും ഒരു പാറ്റേൺ പറയുന്നു. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടെയുള്ള ഒരു സ്വപ്നമുണ്ടായിരുന്നു. അവർ അത് നേരത്തെ തങ്ങളുടേതാണെന്ന് അനുഭവിക്കുകയും ചെയ്തു. അവർ ദിവസവും തുടർച്ചയായി ക്ഷീണിക്കാതെ ആവർത്തിച്ചു. സാഹചര്യങ്ങൾ എങ്ങനെയായാലും അവർ വിട്ടുകൊടുത്തില്ല. സൂപ്പർ കോൺഷ്യസ് മനസ്സ് പോരാട്ടത്തിന്റെ നടുവിലും അതിനെ സജീവമായി നിലനിർത്തുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും ഈ പുസ്തകത്തിന്റെ സമ്മറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.